ഹായ് വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് 4 മാർക്കിന് നമുക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്രോണോളജിക്കൽ ഓർഡർ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഒരു 4-5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ മോഡൽ എക്സാമിന് ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന മറ്റുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മധ്യകാല ഇസ്ലാമിക ലോകത്തിൽ നിന്നുള്ള അതാണ് ഫസ്റ്റ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രവാചകൻ മുഹമ്മദ് യാത്ര ചെയ്തത്, ഹിജ്റ നടത്തിയത് 622 AD-യിലാണ്. ഉമയ്യദ് ഖലീഫ ഭരണത്തിൻ്റെ സ്ഥാപനം നടന്നിട്ടുള്ള 661 AD-യിലാണ്. അബ്ബാസിയ വിപ്ലവം 750 AD. ഫാത്തിമത്ത് ഭരണത്തിൻ്റെ ആരംഭം 969 AD. അപ്പോൾ ഇത് ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനാണ്. രണ്ടാമത് കൊളംബസ് ബഹാമസിലെത്തുന്നത് 1492. കബ്രാൾ ബ്രസീലിലെത്തുന്നത് 1500. അതുപോലെ തന്നെ 1498 വാസ്കോഡഗാമ ഇന്ത്യയിലെത്തുന്നുണ്ട്. അതിന് തൊട്ട് കൊളംബസിന് ശേഷം അതുപോലെ തന്നെ കോർട്ടസ് ആസ്റ്റക്കുകളെ പരാജയപ്പെടുത്തുന്ന 1521-ലാണ്. എറിക് വില്യംസ് മുതലാളിത്ത അടിമത്തം എന്ന ഗ്രന്ഥം രചിച്ച് 1940-ലാണ്. ആ സെറ്റ് ഓഫ് അങ്ങനെയാണ്. ക്യൂബെക് നിയമം 1774-ലാണ്. കമോഡർ പെരിയുടെ ആഗമനം 1853 ജപ്പാനിലേക്ക്. ചൈനീസ് റിപ്പബ്ലിക് 1911-ലാണ്. ടോക്കിയോ ഒളിമ്പിക്സ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ടോക്കിയോ ഒളിമ്പിക്സ് 1964-ലാണ് വന്നിട്ടുള്ളത്. ഒന്നാം കറുപ്പ് യുദ്ധം. ഒന്നാം കറുപ്പ് യുദ്ധം 1739. സന്യാസൻ ചൈനീസ് റിപ്പബ്ലിക് സ്ഥാപിച്ച 1911. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച 1921. ലോങ് മാർച്ച് ചൈന 1934. ചൈനയിൽ ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചത് 1949. ഇതാണ് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്ക് എപ്പോഴും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് തോന്നുന്നതും അവർ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. +1 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സന്യാസൻ ചൈനീസ് റിപ്പബ്ലിക് സ്ഥാപിച്ചും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചും ലോങ് മാർച്ചും ചൈനയിലെ ജനകീയ റിപ്പബ്ലിക്കും ഇതൊക്കെ തന്നെയാണ് തിരിച്ചും മറിച്ചും ചോദിക്കാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ രീതിയിൽ പഠിക്കുക. താങ്ക് യു.